ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിലിൽ കണ്ട അത് തന്നെ ശരിയായ രീതിയിൽ എങ്ങനെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാണുക. ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. രണ്ട് പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒന്ന് യൂട്യൂബ് വഴി നേരിട്ടിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി മറ്റൊന്ന് യൂട്യൂബ് YT സ്റ്റുഡിയോ വഴി നമുക്ക് അപ്ലോഡ് ചെയ്യാം. രണ്ടും ഒരേപോലെ തന്നെയാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വ്യക്തമായിട്ട് കാണേണ്ടവർ കാണുക. അതിന് മുന്നോടിയായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പലരും യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ പറയപ്പെട്ടിരുന്നു ന്യൂജന്മാരുടേതാണ് ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടേതാണ് ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ കുറച്ച് ആന്റിമാരുടേതാണെന്നൊക്കെ ഒരു തമാശ രൂപേണ നമ്മൾ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുമാനം കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂട്യൂബിൽ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ന്യൂജൻ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ യൂട്യൂബിലേക്ക് കടന്നു വരുന്നുണ്ട്. നല്ല നല്ല കണ്ടന്റുകൾ അവരിടുന്നുണ്ട്. പക്ഷെ അവരിടുന്ന ഒരു സ്റ്റൈല് അല്ലെങ്കിൽ അവരിടുന്ന ഒരു പാറ്റേൺ ഒരിക്കലും കറക്റ്റ് അല്ല. ഇൻസ്റ്റ അല്ല യൂട്യൂബ്, യൂട്യൂബ് അല്ല ഇൻസ്റ്റ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവർ സഹോദര സ്ഥാപനങ്ങളല്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻസ്റ്റ വേറെയാണ്, യൂട്യൂബ് വേറെയാണ്. അതുകൊണ്ട് ഇൻസ്റ്റയിൽ നമ്മളൊരു പോസ്റ്റർ ഇടുമ്പോഴൊക്കെ ഹാഷ്ടാഗ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവർ അതേ പേര് അത് തന്നെയായിരിക്കും ഇവിടെയും വന്നിട്ട് ചെയ്യുന്നത്. അവരൊരു ക്യാപ്ഷൻ എഴുതുമ്പോൾ ആദ്യം ഹാഷ്ടാഗ് ഇട്ടിട്ടായിരിക്കും ക്യാപ്ഷൻ എഴുതുന്നത്. ഹാഷ്ടാഗ് യൂട്യൂബിൽ കൊടുക്കേണ്ടത് ഡിസ്ക്രിപ്ഷനിലാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് ഓരോന്ന് എവിടെയാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നല്ലൊരു കണ്ടന്റ് ഇടുമ്പോൾ നമുക്ക് തന്ന എല്ലാ ഓപ്ഷനുകളും നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നല്ല കണ്ടന്റോ ചീത്ത കണ്ടന്റ് ഇടുമ്പോൾ അത് നല്ല കണ്ടന്റ് ആവണമെങ്കിൽ നമുക്ക് തന്ന എല്ലാ ഓപ്ഷനുകളും നമ്മൾ ഉപയോഗിക്കണം. എല്ലാ ഓപ്ഷനുകളെ പറ്റിയും നമ്മൾ അറിയണം. ഓരോന്നായിട്ട് ഞാൻ പറയാം. ഓക്കെ, എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അവരുടെ ചാനൽ അവർ അപ്ലോഡ് ചെയ്യുന്നത്, അത് എങ്ങനെയായിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. ന്യൂ യൂട്യൂബേഴ്സ് ആയാലും ഇത് വീഡിയോസ് കാണുക. പുതിയ ആൾക്കാരും പഴയ ആൾക്കാരൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറയാം. ആദ്യം ഒന്ന് പറഞ്ഞു പോകാം, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായി നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് എടുത്തു വെക്കുന്നു. അതോടൊപ്പം തന്നെ അതിലേക്ക് ആവശ്യമായ ഒരു തമ്പനെയിൽ നമ്മൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തു വെക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത്, ചെയ്ത വീഡിയോസ് ഗാലറിയിൽ കിടക്കുന്നുണ്ടാകും. നമ്മൾ ആദ്യം ചെന്ന് യൂട്യൂബ് വഴി അല്ലെങ്കിൽ YT സ്റ്റുഡിയോ വഴി പ്ലസ് എന്ന ബട്ടണിൽ അമർത്തി നേരെ പോയി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ക്യാപ്ഷൻ കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളതല്ല. ആകാംക്ഷ നിറഞ്ഞ, ജനങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന, എന്തെങ്കിലും ചിന്തിക്കാനുള്ള, ഈ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടാകും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്യാപ്ഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ക്യാപ്ഷൻ തമ്പനയിലിൽ വരുന്ന ക്യാപ്ഷൻ ഉണ്ട്, നമ്മുടെ നോർമൽ ക്യാപ്ഷൻ ഉണ്ട്. ഈ രണ്ട് ക്യാപ്ഷനും വളരെയധികം ശ്രദ്ധിക്കുക. ക്യാപ്ഷൻ കൊടുക്കുക. ക്യാപ്ഷൻ കൊടുത്തിട്ട് സ്ഥലമുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരിക്കലും ഹാഷ്ടാഗ് ഇടരുത്. ശ്രദ്ധിക്കുക, അവിടെ ഒരിക്കലും ഹാഷ്ടാഗ് ഇടരുത്. അവിടെ നിങ്ങളുടെ ചാനലിന്റെ പേര് എഴുതിക്കോളൂ. എന്നിട്ടും സ്ഥലമുണ്ടോ, നിങ്ങൾ ഇയർ എഴുതിക്കോളൂ. ഓക്കെ, ക്യാപ്ഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഡിസ്ക്രിപ്ഷൻ എന്നൊരു സംഭവമുണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻ എന്തിനാണ് എന്നുള്ളത് ഇന്നും പലർക്കും അറിയില്ല. പലരും അവിടെ ഒഴിവാക്കിയിടുന്നു. നമ്മൾ എന്ത് വീഡിയോസ് ആണോ ഇടുന്നത് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ വീഡിയോസിനെ പറ്റി നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ വീഡിയോസ് ഇന്നതാണെന്ന് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സ്ഥലമാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പാട്ടിൻ്റെതാണ്, ഒരു സോങ്സിന്റെ ചാനലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പാട്ട് പാടുന്നു, നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് അടിക്കൂ, ഈ പാട്ട് പാടുന്ന വ്യക്തിയുടെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കലാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ കൊടുക്കണമെങ്കിൽ മലയാളത്തിലും കൊടുക്കാം. ഓക്കെ, അങ്ങനെ അവിടെ കൊടുത്തതിന് ശേഷം കുറച്ച് അടിയിലേക്ക് വന്ന്, ഈ ഡിസ്ക്രിപ്ഷനിലെ കാര്യമാണ് പറയുന്നത്, കുറച്ച് അടിയിലേക്ക് വന്ന് ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വേണം നിങ്ങൾ ഹാഷ്ടാഗുകൾ കൊടുക്കാൻ. ഹാഷ്ടാഗുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലവർ ഇങ്ങനെ ഒരു 125 ഒരു 40 ഹാഷ്ടാഗ് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് പേസ്റ്റ് ചെയ്ത് ഇടുന്നത് കാണാം. വേണ്ട, നിങ്ങൾ ഒരു
10ന്റെ അടിയിൽ ഹാഷ്ടാഗുകൾ കൊടുത്താൽ മതി. ഈ കൊടുക്കുന്ന ഹാഷ്ടാഗുകൾ കറക്റ്റ് ആയിട്ട് വീഡിയോയുമായിട്ട്, അതായത് ഹാഷ്ടാഗ് നമ്മൾ ഇടുമ്പോൾ ആ യൂട്യൂബിനും പ്രേക്ഷകർക്കും എല്ലാം ഈ ഹാഷ്ടാഗുകളും ടാഗ് ലൈനൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? യൂട്യൂബിന് ഈ കണ്ടന്റിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. നമ്മൾ ഇന്ന കണ്ടന്റ് ആണ് ഇടുന്നത്, മനസ്സിലായില്ലേ? ഇന്ന കണ്ടന്റ് ആണ് നമ്മൾ ഇടുന്നത്. അപ്പൊ മലയാളം സോങ്സ് എന്ന് നമ്മൾ ഹാഷ്ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിന് അറിയാം ഇത് മലയാളം സോങ് സെർച്ച് ചെയ്യുന്നവർക്കാണ്, ഇത് സോങ്സ് ആണ് എന്നുള്ളതൊക്കെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചാനലിന്റെ പേര് ഹാഷ്ടാഗിൽ ചേർക്കുക. സോങ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. റിയാക്ഷൻ വീഡിയോക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാഷ്ടാഗിൽ ഇത് റിയാക്ഷൻ വീഡിയോ ആണെന്ന് മെൻഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം നിങ്ങൾക്ക് വരുന്ന കോപ്പി റൈറ്റ്സുകളും അതുപോലെ തന്നെ മറ്റു പല സംഭവങ്ങളും സ്ട്രൈക്കുകളും ഒക്കെ ഈ ഒരു ഹാഷ്ടാഗ് ടാഗ് ലൈനിന് റിയാക്ഷൻ വീഡിയോ ആണെന്ന് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് യൂട്യൂബിന് അത് മനസ്സിലാവുകയും പലപ്പോഴും ഇത്തരം കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളൊക്കെ അവിടെ ഡോസ് കുറയാൻ സാധ്യതയുണ്ട്. വരാതിരിക്കില്ല എന്ന് പറയുന്നില്ല, ഡോസ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെൻഷൻ ചെയ്യുമ്പോൾ ഹാഷ്ടാഗിൽ റിയാക്ഷൻ വീഡിയോ എന്നുകൂടെ ചെയ്യുക. എന്താണ് വിഷയം അത് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ചാനലിന്റെ പേര്, കണ്ടന്റിന്റെ ആദ്യത്തെ ലൈൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. ഹാഷ്ടാഗ് എങ്ങനെ വൈറൽ, ട്രെൻഡിങ്, മോസ്റ്റ് പോപ്പുലർ എന്നീ വാക്കുകളൊക്കെ വരുന്ന അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഹാഷ്ടാഗ് ഇടുന്നു. അതോടുകൂടി ഡിസ്ക്രിപ്ഷനിലെ പണി നമുക്ക് തീർന്നു. ഇനി നിങ്ങൾ വേറെ ഒന്ന് അൺലിസ്റ്റഡ് ആക്കി വെക്കുക നിങ്ങളുടെ വീഡിയോസ് അൺലിസ്റ്റഡ് ആക്കി വെച്ചതിന് ശേഷം മേഡ് ഫോർ കിഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും, നോ മേഡ് ഫോർ കിഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ മേഡ് ഫോർ കിഡ്സ് കൊടുക്കേണ്ട, കുട്ടികളുടേതാണെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി. അത് അവിടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. റീമിക്സ് പലരുടെയും ചോദിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ ഓക്കെ കൊടുത്തോളൂ. കാരണം മറ്റൊരാൾ നിങ്ങളുടെ കണ്ടന്റ് ഉപയോഗിക്കാനുള്ള അനുവാദമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതും കൊടുത്തതിന് ശേഷം വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യുന്നു. അൺലിസ്റ്റഡ് ചെയ്ത് വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയുമോ? YT സ്റ്റുഡിയോയിലേക്കാണ്. YT സ്റ്റുഡിയോയിൽ ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം YT സ്റ്റുഡിയോയിൽ പോയി അവിടെയാണ് ബാക്കിയുള്ള പണികളൊക്കെ കിടക്കുന്നത്. ഓക്കെ, അവിടെ എവിടെയാണ് നമ്മൾ ടാഗ് ലൈൻ കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ടാഗ് കൊടുക്കുമ്പോൾ 5000 വേർഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീഡിയോയെ പറ്റി എല്ലാം, എന്തിനെ പറ്റിയാണ് വീഡിയോസ് ഉള്ളത്, അതുമായി സാമ്യമുള്ളതും അത്തരം വൈറൽ വീഡിയോകൾ ഉണ്ടെങ്കിൽ അതുമായി സാമ്യമുള്ളതുമായിട്ടുള്ള ടാഗ് ലൈനുകൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ചിങ്ങിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളെ ചാനൽ വരും എന്നുള്ളതാണ്. ഒരുപാട് കണ്ടന്റ് ചെയ്തിട്ടും ഇന്നും സെർച്ചിങ്ങിൽ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അവരുടെ ചാനലിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ അവരുടെ ചാനൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് കാണാൻ അവർ ചെയ്യേണ്ടത് ഹാഷ്ടാഗിൽ അവരുടെ പേര് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ടാഗ് ലൈൻ ചെയ്യുമ്പോൾ അവരുടെ പേര് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ക്യാപ്ഷൻ എഴുതുമ്പോൾ തമ്പനെയിലല്ല, നോർമൽ ക്യാപ്ഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ചാനലിന്റെ പേര് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തരം നിരന്തരമായിട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ചാനലിന്റെ പേര് ഉപയോഗിച്ച് യൂട്യൂബിൽ നിരന്തരമായിട്ട് ഉപയോഗിച്ച് വരുമ്പോഴാണ് നിങ്ങളുടെ ചാനലിന്റെ പേര് സെർച്ചിങ് ബാറിൽ വരുന്നത്. അപ്പോഴാണ് ഒറ്റ ബട്ടണിൽ നിങ്ങളെ സെർച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിലേക്ക് പെട്ടെന്ന് എത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉള്ളതിന്റെ വിശദമായ വിഷ്വലായിട്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് അതേപോലെ ചെയ്യുക. ഓക്കെ, ഈ ഷോർട്ട് വീഡിയോസിനും ഇതെല്ലാം ബാധകമാണ്. അതിന്റെ അടുത്ത വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതായിരിക്കും കറക്റ്റ് ശരിയായ രീതിയിൽ. ഏതായാലും ഇത് മെയിൻ വീഡിയോസിൻ്റെതാണ്. ഈ മെയിൻ വീഡിയോസ് എങ്ങനെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പറയുന്ന കാര്യങ്ങൾ ആർക്കും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലി അത് നിങ്ങൾക്കൊന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അത് ക്ഷമയോടുകൂടി ആ വിഷ്വലി നിങ്ങളത് കേൾക്കുക, നിങ്ങളത് കാണുക. കണ്ടതിന് ശേഷം കറക്റ്റ് അത് ഫോളോ ചെയ്തിട്ട് അങ്ങനെ വീഡിയോസ് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇനി അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണ്. ഒന്ന്, അവിടെ YT സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. YT സ്റ്റുഡിയോയിൽ നമ്മൾ പോകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഒന്ന്, YT സ്റ്റുഡിയോയിൽ അലോ എൻബഡി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ഒരിക്കലും ടിക്ക് ചെയ്യരുത്. അത് എന്താണ്? നമ്മുടെ വീഡിയോസ് നേരിട്ട് വാട്സപ്പിലേക്ക് നിങ്ങൾ ലിങ്ക് അയക്കുമ്പോൾ വാട്സപ്പിൽ തന്നെ കാണാനുള്ള ഒരു ഓപ്ഷനാണ് അത്. അതൊരിക്കലും യൂട്യൂബിലേക്ക് നിങ്ങളുടെ ചാനലിലേക്ക് വന്നിട്ടല്ല കാണുന്നത്. അത് ഓൺ ചെയ്യരുത്, ഒരിക്കലും ഓഫ് ചെയ്യലാണ്. ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക. അലോ എൻബഡി ഓഫ് ചെയ്യുക. അലോ എൻബഡി
ഓഫ് ചെയ്യുക. ഇതിങ്ങനെ 3 പ്രാവശ്യം എടുത്ത് പറയാൻ കാരണം പലരും അത് ഒരു ബട്ടണല്ലേ ഓൺ ചെയ്ത് വെക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ച് ഇവര് മറ്റു പലർക്കും അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു ലിങ്ക് അവിടെ തന്നെ തുറന്ന് വാട്സപ്പിൽ തന്നെ തുറന്നിട്ട് വാട്സപ്പിൽ തന്നെ കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപയോഗവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അലോ എൻബഡി ഓഫ് ചെയ്തു വെക്കുക. ഇനി പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്, കമന്റ് ബോക്സ് എല്ലാം അലോ ഓൾ കമന്റ് അത് ഓൺ ചെയ്തു വെക്കണം. ഓക്കെ, അലോ ഓൾ കമന്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓൾ കമന്റ് ആണ്, എല്ലാ കമന്റും പോരട്ടെ എന്നുള്ളത്. എത്ര ലൈക്സ് വന്നു എന്നുള്ളത് ഉണ്ടാകും. അതെ ലൈക്സും ഒക്കെ അത് കറക്റ്റ് ആയിട്ട് കൗണ്ടിങ് അത് ടിക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ. ഇനി ഓരോന്നിന്റെയും സെക്ഷൻ അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ഏതാണ് നമ്മുടെ കാറ്റഗറി എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാറ്റഗറീസ് നിങ്ങളോട് തിരഞ്ഞെടുക്കാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ കാറ്റഗറീസ് മാറിപ്പോയത് കൊണ്ട് യാതൊരു വിഷയമോ ഒരു പ്രശ്നമോ അവിടെ ഉദിക്കുന്നില്ല. നിങ്ങളുടെ പരസ്യങ്ങൾ എന്ത് തരം പരസ്യങ്ങളാണ് നിങ്ങൾ അതിൽ ഇടേണ്ടത്, അല്ലെങ്കിൽ ഇത് ആരിലേക്കെല്ലാമാണ് ഇത് എത്തിക്കേണ്ടത് എന്നതിന് വേണ്ടിയിട്ടാണ് കാറ്റഗറി തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇടുന്ന കണ്ടന്റ് ഏത് കാറ്റഗറിയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന പരസ്യങ്ങളൊക്കെ എന്തൊക്കെയാക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ കാറ്റഗറി തരംതിരിച്ചിരിക്കുന്നത്. അത് മാറിയത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒക്കെ കൊടുത്തിട്ട് അവിടെ തന്നെ ടാഗ് ലൈൻസ് ഒക്കെ കൊടുക്കാനുണ്ടാവും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഫില്ലാവും. ഇനി തംബ്നെയിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് അവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം, ഇവിടെ പ്ലസ് ബട്ടൺ കാണാം ഏറ്റവും അടിയിൽ. ആ പ്ലസ് ബട്ടണിൽ അമർത്തിയാൽ നേരെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ ഓൾറെഡി നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കും. ആ വീഡിയോസ് ഇങ്ങനെ പോയി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഇങ്ങനെ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് കുറച്ചും കൂടെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു മാപ്പിളപ്പാട്ട് എന്നും കൂടെ എഴുതി. എന്നിട്ടും കുറച്ചും കൂടെ സ്ഥലം എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വർഷം 2024 കൂടെ എഴുതിയിട്ടാണ് എല്ലാം ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നാണ്. ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നു. ഞാൻ എൻ്റെ ആ ഒരു പാട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതുകയാണ്. എങ്ങനെയൊക്കെയാണ് പാടിയവർ കേട്ടവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുത്തതിന് ശേഷം ഇനി അടുത്തത് നേരെ കുറച്ച് അടിയിലേക്ക് മാർക്കിട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഹാഷ്ടാഗ് കൊടുക്കുന്നത് കാണാം. ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാഷ്ടാഗുകളൊന്നും കൊടുക്കുന്നില്ല. ഈ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടിയിലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനൊരു 8 ഹാഷ്ടാഗുകളോളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ലൊക്കേഷൻ, അതായത് ഞാൻ കേരള എന്നാണ് എൻ്റെ ആ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇത് അൾട്ടേഡ് കണ്ടൻ്റ് ആണോ എന്നുള്ളതാണ് അടുത്തത്. നമ്മളത് നോ എന്ന് കൊടുക്കുന്നു. അൾട്ടേഡ് കണ്ടൻ്റ് ആണോ എന്നുള്ളതിന് നോ, നമ്മൾ അൾട്ടേഡ് കണ്ടൻ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. അലോ ആൻഡ് റീമിക്സ് എന്നുള്ളതും നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുന്നു. അൾട്ടേഡ് കണ്ടൻറ്റ് അവിടെ കാണാൻ നിങ്ങൾക്ക് അതും നോ എന്ന് കൊടുക്കുന്നു നമ്മൾ അൾട്ടേഡ് കണ്ടൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം മേഡ് ഫോർ കിഡ്സ് ആണോ നോട്ട് മേഡ് ഫോർ കിഡ്സ് ആണോ എന്ന് ചോദിക്കുന്നു. നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്നുള്ളത് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡിങ് വീഡിയോ എന്നുള്ള ബട്ടൺ അമർത്തി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. തീർന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം YT സ്റ്റുഡിയോയിലേക്ക് നമ്മൾ വരികയാണ്. YT സ്റ്റുഡിയോയിൽ നേരെ വന്നതിന് ശേഷം നമ്മുടെ കണ്ടൻറ്റ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ്, അതായത് നമ്മുടെ വീഡിയോ കിടക്കുന്നത് കണ്ടൻറ്റ് എന്ന ഭാഗത്താണ്. അപ്പോൾ കണ്ടൻറ്റ് എന്നുള്ള ഭാഗത്ത് ഞെക്കി നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും മേലെ കിടക്കുന്നത് അതായത് നമ്മുടെ വീഡിയോസ് അൺലിസ്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ മുകളിലൊന്ന് ഞെക്കിയതിന് ശേഷം നേരെ നമ്മൾ പോകുന്നു. എല്ലാം ഓക്കെയാണ്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ, അതുപോലെ തന്നെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഗാലറിയിലുള്ള തമ്പനെയിൽ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു പേനയുടെ ചിഹ്നമുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുന്നു. കസ്റ്റം തമ്പനെയിൽ ഉള്ളത് അവിടെ ഞെക്കി കൊടുത്താൽ ഓൾറെഡി ഗാലറിയിലേക്ക് പോയി അവിടെ ഉള്ള ആ തമ്പനെയിൽ നമുക്ക് കാണിച്ചു തരുന്നു. അവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കുന്നു നമ്മൾ. ഓക്കെ, അങ്ങനെ അവിടെ ഞെക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ തമ്പനെയിൽ. അവിടെ ഡൺ എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ തമ്പനെയിൽ ഓക്കെ ആയി. ഇനി വീണ്ടും അടിയിലേക്ക് വരികയാണ്. അടിയിലേക്ക് വന്നിട്ട് നമ്മൾ മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, എനിക്ക് മോണിറ്റൈസേഷൻ ഈ ചാനലിൽ ഉള്ളത് കാരണം
അവർ അത് ഓൺ ചെയ്യുകയാണ്. അതിൻ്റെ ഏറ്റവും അടിയിൽ വന്ന അലോ എൻബഡി എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, കാണുന്നില്ലേ? അലോ എൻബഡി ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്, കണ്ടില്ലേ? അലോ എൻബഡി ഓഫ് ചെയ്തു. പിന്നെ ഷോ ഹൗ മെനി ലൈക്സ് എന്നുള്ളത് ടിക്ക് ചെയ്തു, ഓൾറെഡി ടിക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് കമൻറ്റ് ബോക്സ് ഓൺ ആണോ, അതും ഓൾറെഡി ഓണാണ്, പലരുടെയും ഓഫായിരിക്കും. ഓൺ ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഓൺ ചെയ്യുക. ഇനി മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അടുത്തതുള്ളത് അവിടെ ടാഗ് ലൈൻ കൊടുക്കാനാണ്. അപ്പോൾ ഞാനത് ഒരുപാട് ടാഗ് ലൈനുകൾ നമുക്ക് 5000 വേർഡ്സ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തു വരാം. ഇടയിൽ മലയാളം ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, മലയാളം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നത് വോയിസ് മാത്രമേ എൻ്റെതുള്ളൂ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ്, അതും കൂടെ വേണം പറയാൻ. അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് കാറ്റഗറീസ് ആണ്. നമ്മൾ കാറ്റഗറി ഓൾറെഡി ഞാൻ എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറീസ് അവിടെ പല കാറ്റഗറീസും കാണാം. കോമഡി കാണാം, ഗെയിമിംഗ് കാണാം, അതുപോലെ തന്നെ മ്യൂസിക് കാണാം, ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ്, പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതാണ്. എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് ഞാൻ കൊടുത്തു. അതിനുശേഷം ഇനി എനിക്കുള്ളത് അൺലിസ്റ്റഡ് ആക്കി വെച്ച് ഞാൻ പബ്ലിക് ആക്കി വെച്ചു. ഈ പബ്ലിക് എന്നത് ഞാൻ സേവ് ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ നമ്മുടെ വീഡിയോസ് പബ്ലിക് ആവാൻ പോവുകയാണ്. അപ്പോൾ പബ്ലിക് ആക്കി വെച്ചു. ഇനി അടുത്തത് സേവ് എന്ന ബട്ടൺ, സേവ് എന്നുള്ള ബട്ടൺ ഞാൻ ഞെക്കി. ഇത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 1 2 3 ഇതേ ഓക്കെ, പബ്ലിക്കായി വീഡിയോ. ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ക്രോം YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് എങ്ങനെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടും ഒന്ന് തന്നെയാണ്. മറ്റു പല ഓപ്ഷനുകളും ഓൺ ചെയ്ത് വെക്കേണ്ടത് എന്തെല്ലാം, ഓഫ് ചെയ്ത് വെക്കേണ്ടത് എന്തെല്ലാം എന്നുള്ളതൊക്കെ വരും വീഡിയോസുകളിൽ വരും. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അടുത്തത് നല്ല ഒരു ടെക്നിക്കൽ വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.